ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ തിരുമലൈ മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. കൂടാതെ ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഗുണ്ടാർ ഡാമിലേക്കും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ്. ഇവിടെ നിന്നാണ് ഞാൻ തെങ്കാശിയിലേക്ക് പോകുന്നത്. കാലത്ത് 5 മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് റെഡിയായി നേരെ മധുര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. കാലത്ത് 7:25 മധുരയിൽ നിന്ന് തുടങ്ങുന്ന മധുരൈ സെങ്കോട്ടൈ പാസഞ്ചർ ട്രെയിനിലാണ് ഞാൻ തെങ്കാശിയിലേക്ക് പോകുന്നത്. ഏകദേശം 3 മണിക്കൂറാണ് മധുരയിൽ നിന്ന് തെങ്കാശിയിലേക്കുള്ള ദൂരം. പത്തര ആയപ്പോഴേക്കും ഞാൻ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഷെയർ ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് തിരുമലൈ ക്ഷേത്രത്തിലേക്കുള്ള ബസ് ലഭിക്കുന്നത്. തെങ്കാശിയിൽ നിന്നും തിരുമലൈ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 15 കിലോമീറ്ററാണ് ദൂരം. 11:30 ആയപ്പോഴേക്കും നമ്മൾ തിരുമലൈ ക്ഷേത്രത്തിൻ്റെ താഴത്തെത്തി. മലയ്ക്ക് മുകളിലേക്ക് കയറാൻ 2 വഴികളാണുള്ളത്. വണ്ടികൾക്ക് പോകാനായി സാധിക്കുന്ന ഒരു വഴിയും പടവുകൾ വഴി കയറിപ്പോകുന്ന മറ്റൊരു വഴിയും. ഞാൻ പടികൾ കയറിയാണ് മുകളിലേക്ക് പോയത്. ഏകദേശം 625ഓളം പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. എടുത്തു പറയേണ്ടത് അവിടുത്തെ ഭൂപ്രകൃതിയാണ്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട തെങ്ങിൻതോപ്പുകളും കൃഷിസ്ഥലങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലം. അതിനോടൊപ്പം അനുയോജ്യമായ കാലാവസ്ഥയും. 12 മണിയായിട്ട് പോലും അത്രയ്ക്ക് വെയിലില്ലാത്ത മലമുകളിൽ കോട മൂടിയിരിക്കുന്നു. തണുത്ത കാറ്റും ചെറിയ മഴമേഘങ്ങളും. 625ഓളം പടികൾ അനായാസമായാണ് കയറിപ്പോയത്. തെങ്കാശിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതായിരിക്കും അനുയോജ്യമായ സമയം. 12:15 ആയപ്പോഴേക്കും മുകളിലേക്ക് എത്തി. മുകളിൽ നിന്നുള്ള തെങ്കാശിയുടെ വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അലൗഡഡ് അല്ല. ഉള്ളിൽ ദർശനത്തിനായി 2 ക്യൂ അവൈലബിൾ ആണ്. ഒന്ന് ഫ്രീ ദർശനം, മറ്റൊന്ന് 20 രൂപ ടിക്കറ്റ് എടുത്തുള്ള ദർശനം. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫ്രീ ദർശനമാണ് എടുത്തെങ്കിലും 15 മിനിറ്റിനുള്ളിൽ തന്നെ തൊഴുത് പുറത്തിറങ്ങാനായി സാധിച്ചു. ഈ ക്ഷേത്രത്തിന് പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാടുകൾക്കിടയിൽ മുരുകന്റെ ഒരു വിഗ്രഹം വിസ്മരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അവിടുത്തെ പ്രധാന പൂജാരിയായിരുന്ന പൂവൻ ഭട്ടരുടെ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ട് അച്ചൻകോവിലേക്കുള്ള വഴിയിൽ കാട് മൂടി കിടക്കുന്ന മുളങ്കാടുകൾക്കിടയിൽ തന്റെ വിഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ഈ വിവരം അദ്ദേഹം അന്നത്തെ പന്തളം രാജാവിനെ അറിയിക്കുകയും രാജാവും പൂജാരിയും സംഘവും കാട്ടിലേക്ക് തിരിഞ്ഞു പോവുകയും ഉറുമ്പുകളെ പിന്തുടർന്ന് ആ മുരുക വിഗ്രഹം കണ്ടെടുത്തുവെന്നുമാണ് ഐതിഹ്യം. ആ വിഗ്രഹമാണ് ഇന്ന് നമ്മൾ ദർശിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ നടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടാതെ മലമുകളിലെ തീർത്ഥക്കുളം അഗസ്ത്യമുനി ഉണ്ടാക്കിയതാണെന്നും കരുതപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തിരുമലൈ കുമാരസ്വാമി അഥവാ തിരുമലൈ മുരുകനാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവിടെ വന്നു തൊഴുന്നത് വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഞാനും വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യം ഞാൻ അറിയുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8:30 വരെയുമാണ്. അരുണഗിരിനാഥന്റെ തിരുപ്പുകഴ്, തിരുമലൈ മുരുകൻ പിള്ളൈത്തമിഴ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. കണ്ണകി മധുര ദഹിപ്പിച്ച ശേഷം ചേരനാട്ടിലേക്ക് കടന്നത് ഈ മലനിരകളിലൂടെയാണെന്നും അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒരുപാട് സിനിമകളും ഈ ക്ഷേത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അല്ലു അർജുന്റെ പുഷ്പ സിനിമയിലെ കണ്ണിൽ കർപ്പൂര ദീപം എന്ന ഗാനം ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈയിടെയായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാണ് ഈ ക്ഷേത്രം. 1:30 കൂടി തിരിച്ച് താഴേക്ക് ഇറങ്ങാനായി തുടങ്ങി. തിരുമലൈ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് ഗുണ്ടാർ ഡാമിലേക്കാണ്.
ആദ്യം ഒരു ഷെയർ ഓട്ടോ പിടിച്ച് ചെങ്കോട്ടയിലേക്ക് എത്തണം. ഓട്ടോയുടെ ബാക്ക് സൈഡിലാണ് സീറ്റ് കിട്ടിയത്. ലൈഫിൽ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്ന വഴി ദൂരെ നിന്ന് തിരുമല ക്ഷേത്രം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. 2:15 ചെങ്കോട്ടയിലെത്തി. അവിടെ നിന്നും ലഞ്ച് കഴിച്ച് നേരെ ഗുണ്ടാർ ഡാമിലേക്ക്. ഏകദേശം 6 കിലോമീറ്ററാണ് ചെങ്കോട്ടയിൽ നിന്ന് ഗുണ്ടാർ ഡാമിലേക്കുള്ള ദൂരം. പാടങ്ങളും മലകളൊക്കെ നിറഞ്ഞൊരു വഴി. ഈ സ്ഥലം കാണുമ്പോൾ പാലക്കാടാണ് ഓർമ്മ വരുന്നത്. ഈ കാണുന്നതാണ് ഗുണ്ടാർ ഡാം. ആദ്യം പോകുന്നത് ഗുണ്ടാർ ഫാൾസിലേക്കാണ്. ഏകദേശം 3 കിലോമീറ്റർ നടന്നു വേണം അവിടേക്ക് എത്താനായിട്ട്. പോകുന്ന വഴി വളരെ മോശമായിരുന്നു. കൂടാതെ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുമുണ്ടായിരുന്നു. 2-3 അരുവികൾ കടന്നു വേണം നമുക്ക് ഗുണ്ടാർ ഫാൾസിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസും കാണാനായി സാധിക്കും. ദൂരം കാരണം പലരും പകുതി വഴിയിൽ തന്നെ യാത്ര അവസാനിപ്പിച്ചും ചിലരൊക്കെ വഴിയിൽ കാണുന്ന അരുവികളിൽ കുളിച്ചും തിരികെ മടങ്ങുകയായിരുന്നു. ഈ കാണുന്നതാണ് ഗുണ്ടാർ ഫാൾസ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 3:30 കഴിഞ്ഞിരുന്നു. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുത്തെ തിരക്ക്. ഗുണ്ടാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ വീക്ക് ഡേയ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വീക്കെൻഡിലെ അവസ്ഥ ഇതാണ്. 5:30 ആയപ്പോഴേക്കും തിരിച്ചിറങ്ങി. ഇനി പോകുന്നത് ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. ഗുണ്ടാർ ഡാമിൻ്റെ അടുത്തായി തന്നെ ഡാമിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ഒരിടയ്ക്ക് ഒരുപാട് വൈറലായിരുന്നു ആ ലൊക്കേഷൻ. എന്നാൽ ഇപ്പോൾ അവിടേക്ക് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല. സെക്യൂരിറ്റിക്കായി പോലീസുകാരെ വരെ നിർത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് പോകാനായി സാധിക്കുന്നത്. ആദ്യം പോയി പെർമിഷൻ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് എനിക്ക് പെർമിഷൻ കിട്ടി. പെർമിഷൻ കിട്ടിയ സന്തോഷത്തിൽ നേരെ വ്യൂ പോയിന്റിലേക്ക്. ഗുണ്ടാർ ഫാൾസ് തിരക്ക് കാരണം നിരാശപ്പെടുത്തിയെങ്കിലും ഈ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ആ വിഷമം മാറിക്കിട്ടി. അവിടെ നിന്ന് തിരിച്ച് നേരെ ചെങ്കോട്ടை റെയിൽവേ സ്റ്റേഷനിലേക്ക്. 6:50 ചെങ്കോട്ടയിൽ നിന്ന് എടുക്കുന്ന ചെങ്കോട്ടை ചെന്നൈ എഗ്മോർ ട്രെയിനിലാണ് ഞാൻ മധുരയ്ക്ക് തിരിച്ചു പോകുന്നത്. സീറ്റ് നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ടും ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റ് ഇല്ലാത്തത് കൊണ്ടും ഡോറിലിരുന്നാണ് മധുരയിലേക്ക് പോകുന്നത്. ഇതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ 10 മണിയായപ്പോഴേക്കും ഞാൻ മധുരയിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.